നമ്മൾ വിഷുക്കൈ നീട്ടം നൽകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിനൊപ്പം ഒരു കണിക്കൊന്നയുടെ പൂവും കൂടി ചേർത്ത് വെച്ചിട്ടാണ് വിഷുക്കൈ നീട്ടം നൽകുന്നത്. എന്താണ് അത് അങ്ങനെ നൽകാൻ കാരണം? വിഷുക്കൈ നീട്ടം അത് എപ്പോഴാണ് നമ്മൾ സ്വീകരിക്കുക? ഈ കൈനീട്ടം നമ്മൾ അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ഗ്രഹാതുരത്വതയുണർത്തുന്ന വിഷുക്കൈ നീട്ടം. വിഷുക്കൈ നീട്ടത്തിന്റെ പ്രത്യേകതകൾ, എപ്പോഴെല്ലാമാണ് നമ്മൾ വിഷുക്കൈ നീട്ടം സ്വീകരിക്കേണ്ടത്? അങ്ങനെ വിഷുക്കൈ നീട്ടത്തെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ചിലർക്കുണ്ടാകും. വിഷുക്കൈ നീട്ടത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയെക്കുറിച്ചും അതിന്റെ ആത്മീയ വശങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ജ്യോതിഷ വാർത്തയിലൂടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ തിരുമേനിയുണ്ട്. അദ്ദേഹത്തോട് നമുക്കൊന്ന് സംസാരിക്കാം. തിരുമേനി നമസ്കാരം. നമസ്കാരം. വിഷുക്കൈ നീട്ടം അത് എപ്പോഴാണ് നമ്മൾ സ്വീകരിക്കുക? കണി കണ്ടു കഴിഞ്ഞ ഉടനെയാണോ അതെയോ അതിനുശേഷമാണോ? അതൊന്ന് പറഞ്ഞു തരാമോ? ഈ മേടമാസം സാധാരണഗതിക്ക് 1-ാം തീയതി ഈ മീനത്തിൽ നിന്ന് സൂര്യൻ സംക്രമിച്ച് മേടത്തിലേക്ക് വന്നതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ ഉദയമാണ് സാധാരണയായി നമ്മൾ വിഷുവായി കണക്ക് കൂട്ടുന്നത്. അപ്പം ഈ ദിവസമാണ് നമ്മൾ എന്താ പറയണേ, വിഷു ദിനം അല്ലെങ്കിൽ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ വിഷു ദിനത്തിൽ വിഷുക്കണിയെല്ലാം കണ്ടു കഴിഞ്ഞ് അറിയാമല്ലോ, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ രാവിലെ ആദ്യമായി അന്നത്തെ ദിവസം കണ്ണുകൾ അടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞെണീറ്റ് നാരായണനാമം ജപിച്ചുകൊണ്ട് നാരായണ ജപിച്ചുകൊണ്ട് സമൃദ്ധിയുടെ സമ്പന്നതയുടെ കാരകനായി നിൽക്കുന്ന, സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ആ മഹാവിഷ്ണു ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തെ കണി കണ്ട്, അന്ന് നമ്മുടെ ഭൂമിയിലുണ്ടാവുന്ന കാർഷിക വിളകളെ കണി കണ്ട്, സമ്പത്തിനെ കണി കണ്ട്, സ്വർണത്തെ കണി കണ്ടാണ്, അതാണ് കണി കാണൽ തന്നെ പറയുന്നത്. അതിനുശേഷം നമ്മളവിടെ അഷ്ടമംഗലത്തട്ടിനകത്ത് വെച്ചിരിക്കുന്ന അക്ഷതവും പൂവെന്ന് ഉദ്ദേശിക്കുന്നത് കണിക്കൊന്നയുടെ പൂവ്, സ്വർണവും ചേർത്ത് വാങ്ങുന്ന അതിനകത്ത് പൈസയും കൂടെ കൂട്ടി, പൈസയ്ക്കൊരു ഇതിനകത്തൊരു കൈനീട്ടം എന്ന് പറഞ്ഞാൽ നോട്ടാകരുത്, ശരിക്കും അതിന് ഉൾപ്പെടെ നാണയമാണ് വേണ്ടത്. അത് വിഷുക്കണി കണ്ടതിന് ശേഷമാണ് നമുക്ക് കൈനീട്ടം തരേണ്ടത്. കൈനീട്ടം തരേണ്ട വിഷുക്കണി കണ്ട് എല്ലാവരും ഭഗവാനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷത്തെ ദിവസം നമുക്ക് അനുഗ്രഹകരമാക്കണം, ഈ ഒരു വർഷം നമുക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവണമെന്ന് അങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് കൈനീട്ടം എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്നത്. ഏറ്റവും ഹിന്ദു സനാതന ധർമ്മത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും കേമത്തമായ, അതിഗംഭീരമായി നിൽക്കുന്ന, അതിമഹത്തരമായി നിൽക്കുന്ന ചടങ്ങാണ് വിഷുക്കൈനീട്ടം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾ, അച്ഛനാവാം, മുത്തശ്ശനാവാം, മുത്തശ്ശിയാവാം, ഏറ്റവും മൂത്തയാളാണ് വിഷുക്കൈനീട്ടം തരേണ്ടത്. ആ വിഷുക്കൈനീട്ടം എല്ലാവർക്കും ആ മൂത്തയാൾ, കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ, അതായത് ശരിക്കും പറഞ്ഞാൽ 2 പലക, ആവണിപ്പലകയുണ്ട്, ആവണിപ്പലക അല്ലെങ്കിൽ എന്തെങ്കിലും പലകയിട്ട് കിഴക്ക് പടിഞ്ഞാറിരുന്ന്, കിഴക്കിരിക്കണയാൾ മൂത്ത കാരണവരും പടിഞ്ഞാറ് മേടിക്കാനുള്ളവരും ഇരുന്ന് ആണ് വിഷുക്കൈനീട്ടം മേടിക്കേണ്ടത്. ആദ്യം മൂത്തയാൾ എല്ലാവർക്കും ഓരോരുത്തർക്ക് അത് കൊടുക്കുമ്പോഴും മൂപ്പുമുറ അനുസരിച്ച് കൊടുക്കണം. ആ കുടുംബത്തിൽ ആദ്യത്തെ മൂത്തയാൾക്ക്, രണ്ടാമത്തെ ആൾക്ക്, മൂന്നാമത്തെ ആൾക്ക്, ഏറ്റവും അവസാനം ഏറ്റവും ചെറിയ കുട്ടി വരെ ഈ വിഷുക്കൈനീട്ടം മൂത്തയാളാണ് കൊടുക്കേണ്ടത്. വിഷുക്കൈ നീട്ടം നൽകുമ്പോൾ നമ്മൾ പൊതുവെ മുതിർന്നവർ താഴെയുള്ള ആളുകൾക്കാണ് സാധാരണ വിഷുക്കൈ നീട്ടം നൽകുന്നത്. അത് സമപ്രായക്കാർക്ക് വിഷുക്കൈ നീട്ടം നൽകുന്നതിൽ എന്തെങ്കിലും ഒരു അനൗചിത്യമോ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നൽകാറുണ്ടോ? അങ്ങനെ നൽകാമോ? വിഷുക്കൈനീട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും മൂത്തയാളാണ് നമുക്ക് വിഷുക്കൈനീട്ടം തരണേ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പം
ഇപ്പം അച്ഛനാണ്, നമ്മുടെയൊക്കെ അച്ഛനാണ് വിഷ്കൈനീട്ടം തരുന്നത്. ആദ്യം അമ്മയ്ക്ക് കൊടുക്കും, അതിനുശേഷം എനിക്ക്, അത് കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് പോകും. അതിനുശേഷം ഈ കാരണവർക്ക്, മൂത്ത ആൾക്കാർക്ക് സാധാരണഗതിക്ക് അമ്മ അങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇവിടെ ഇപ്പം എൻ്റെ സാധാരണഗതിക്ക് അങ്ങനെയാണ്. ഇപ്പം അച്ഛനാണ് ഞങ്ങൾക്കൊക്കെ വിഷ്കൈനീട്ടം തരുന്നത്. അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തു, ബാക്കി ഞങ്ങൾക്കെല്ലാവർക്കും, കുട്ടികൾക്കെല്ലാവർക്കും തന്നതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്മ അച്ഛന് വിഷ്കൈനീട്ടം കൊടുക്കും. അച്ഛനും വിഷ്കൈനീട്ടം കൊടുക്കണം. അച്ഛന് മൂത്ത ഒരാളില്ലാത്ത കാരണം അച്ഛൻ്റെ തൊട്ട് താഴത്തെ ആൾ ആയ അമ്മ അച്ഛന് കൊടുക്കും. അപ്പം അങ്ങനെയാണ് വിഷ്കൈ. പിന്നെ നമുക്ക് തോന്നുവാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം, ഒരു വിരോധമില്ല. രണ്ട് സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ഇത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സമ്പത്തിൻ്റെ മൂല്യമല്ല ഇവിടെ. ഇത് ദൈവികമായി എഴുതപ്പെട്ട മഹത്തരമായ ചടങ്ങാണ് ഈ പറയുന്ന ഈ വിഷ്കൈനീട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പരസ്പരം എങ്ങനെ കൈമാറിയാലും അതിന് മുഴുവൻ ദൈവീകത നിലനിൽക്കുന്നു. ആദ്യം മൂത്തയാളിൽ തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷുക്കൈനീട്ടം നൽകുന്നതിലെ ആത്മീയ വശം എന്താണെന്ന് കൂടി തിരുമേനി ഒന്ന് വ്യക്തമാക്കാമോ? ഈ നമ്മുടെ സനാതന ധർമ്മത്തില് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നാണയിടും. നമ്മൾ അവിടുത്തെ പൂജകന്മാർക്ക്, തന്ത്രിമാർക്ക്, തിരുമേനിമാർക്ക് ഒക്കെ ദക്ഷിണകൾ കൊടുക്കും. അങ്ങനെ നമ്മളൊക്കെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം, അതായത് ഈ പറയുന്ന ഈ ഒരു വർഷാരംഭം എന്ന് പറയുന്ന വിഷു ദിനത്തിൽ ഭഗവാനെ തൊഴുതതിന് ശേഷം ആ ഒരു വർഷം ശ്രേഷ്ഠമാകാൻ കാരണം എന്തിനാ ഈ കാർഷിക വിളകൾ ഒക്കെ കാണണേ എന്ന് ചോദിച്ചാൽ, പണ്ട് നമ്മുടെ ആദായം കാർഷിക വിളയിൽ നിന്നായിരുന്നു. നമ്മുടെ തൊടിയിലുണ്ടാവുന്ന, നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ഓരോ വസ്തുക്കളിൽ നിന്ന് വിറ്റ്, അല്ലെങ്കിൽ അത് കൃഷി ചെയ്ത് അത് കൊടുത്തൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ ജീവിച്ചിരുന്നത്. അപ്പം ആ കാർഷിക വിളകളെല്ലാം ആദ്യം ഈ ഭഗവാൻ കണ്ടതിന് ശേഷം അത് സമൃദ്ധമായി വളരട്ടെ, ആ ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തോടെ സമൃദ്ധമായി വളരട്ടെ. അതുകൊണ്ടാണ് അത് ഭഗവത് സ്വരൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നതും. ആ ഭഗവത് സ്വരൂപത്തിൽ സമർപ്പിക്കുന്ന ആ കാർഷിക വിളകളോട് കൂടിയ അതിനെ അനുഗ്രഹിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നമ്മൾ തൊഴുത് ദർശിച്ച് നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഭഗവാന്റെ മുൻപിൽ നമ്മൾ കണ്ടതിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇരിക്കുന്ന നാണയനിധി, ആ നാണയനിധി നമ്മൾക്ക് നാരായണനാമം ജപിച്ചുകൊണ്ട്, നാരായണ ജപിച്ചുകൊണ്ട് ഈ മഹത്തരമായ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ എൻ്റെ പരമ്പരയ്ക്ക്, എൻ്റെ മോന് അല്ലെ എൻ്റെ മോൾക്ക്, എൻ്റെ ചെറുമകൾക്ക് ഈ വർഷം സമ്പൂർണമായി നിൽക്കുന്ന കാർഷിക വിജയങ്ങളും വളരെ നല്ല വിളവെടുപ്പും സമ്പന്നതയുടെ ഔന്നത്യയിലേക്ക് എത്തുക എന്നൊരു സങ്കല്പത്തിൽ ആ ദേവസങ്കല്പത്തെ സാക്ഷി നിർത്തി, ആ മഹാവിഷ്ണു ഭഗവാനെ സാക്ഷി നിർത്തി, ആ കൃഷ്ണനെ സാക്ഷി നിർത്തി, ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രസാദിച്ചു കൊടുത്ത കണിക്കൊന്നയോടുകൂടി, സ്വർണത്തോടുകൂടി, സ്വർണവും നാണയവും അക്ഷതവും പൂവും കൂടെ കൂടിയാണ് നാരായണ എന്ന് ജപിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു വർഷാരംഭത്തിൽ ഭഗവാന്റെ നാമം ജപിച്ച് മൂർത്ത ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഗുരുനാഥന്മാർ മാതാപിതാക്കളാണ്. നമ്മളെ ആ എന്ന് പറയുന്ന അക്ഷരം പഠിപ്പിക്കുന്ന, നമ്മളെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന, നമ്മളെ ഒരു ചെറിയ ചിത്രം പാടാൻ പഠിപ്പിക്കുന്ന ഒക്കെ അച്ഛനമ്മമാരാ. ആദ്യത്തെ ഗുരുനാഥന്മാരായി നിൽക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് ആ ദൈവീക സങ്കല്പത്തിൽ കിട്ടുന്ന ആ നാണയനിധി, ആ ദേവന്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടു കൂടി ദേവനെ സാക്ഷി നിർത്തി, പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി, ആ മണ്ണിനെ സാക്ഷി നിർത്തി നമ്മൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ കൂടെ ദൈവികമായി നിൽക്കുന്ന ഒരു അനുഗ്രഹം എന്താ വരാനുള്ളത്? ഇത്രയും കേമായിട്ട് കിട്ടുന്നതല്ലേ, അതിഗംഭീരമായിട്ട് കിട്ടുന്നതല്ലേ. കാരണം അത് ഒരു വർഷത്തേക്ക് ഈശ്വര ഇവന് സമ്പൂർണ്ണ ഐശ്വര്യം ഉണ്ടാവണേ, സമ്പൂർണ്ണ നന്മയുണ്ടാവണേ എന്ന് പറഞ്ഞ് നമ്മുടെ കാരണവന്മാർ അനുഗ്രഹിച്ചു തരുന്ന ആ ഒരു, അതോ അതിൻ്റെ ആ ചടങ്ങുകളുടെ പൂർണ്ണരൂപം എന്ന് പറയാച്ച് നോക്കൂ. ഭഗവാൻ വിളക്ക് എന്ന് പറയുന്ന ഈ മണ്ണിലുണ്ടാകുന്ന സർവ്വ സാധനങ്ങളിലെയും ആ അടുത്ത് നിന്നുകൊണ്ട്
നമുക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തരം. ഇതുപോലൊരു ഇതുപോലൊരു ഗംഭീരമായ ചടങ്ങ് തന്നെ നമ്മുടെ എന്താ പറയുക, അനിർവചനീയമായ ചടങ്ങ് എന്ന് പറയാനല്ലേ. അപ്പം അതിന് ദൈവികത പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ചടങ്ങാണ്. ദൈവികതയുള്ള പൈസയാണ്, ദൈവികതയുള്ള സ്വർണമാണ്. വളരാനുള്ള, നമ്മുടെ സമ്പന്നതയിലേക്ക് വളരാനുള്ള ഒരു സ്വത്താണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈശ്വരൻ തൊട്ടം അനുഗ്രഹിച്ച സാധനങ്ങളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പം ആ ഈശ്വരൻ തൊട്ടതാണ്. ആ ഈശ്വരൻ തൊട്ടതിന് മറ്റൊന്നും പറയാനില്ല. ഏറ്റവും ജീവിതത്തിലെ കിട്ടുന്ന സമ്പത്ത് തന്നെ, കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിലും ഏറ്റവും വലിയ സമ്പത്താണ് വിഷുവിൻ്റെ അന്ന് കിട്ടുന്ന വിഷുക്കൈനീട്ടം. അത് 1 രൂപയാണെങ്കിലും 9 കോടിയുടെ മഹത്തരമാണത്. തിരുമേനി, നമുക്ക് വിഷുവിന് ലഭിക്കുന്ന ഈ കൈനീട്ടം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം പ്രതീകമായ ഈ കൈനീട്ടം നമ്മൾ അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അത് നമ്മൾ ചിലവാക്കുകയാണോ, അതോ ഒരു വർഷക്കാലം മുഴുവൻ അത് സൂക്ഷിച്ചു വെക്കുകയാണോ? എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന പോലെ അങ്ങയുടെ വളരെ ഗംഭീരമായ ചോദ്യം. അത് നിരവധി ആൾക്കാർക്ക് സംശയമുണ്ട്. ഇതാണ് ആദ്യം തന്നെ വിഷുക്കൈനീട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നാണയം കൂട്ടിക്കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം. ആൾക്കാർ സമ്പന്നതയുടെ എന്താ പറയുക, പടവുകൾ കയറി അത്യുന്നതികൾ നിൽക്കുന്ന വ്യക്തികൾ 500-ൻ്റെയും 1000-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ നോട്ട് കുട്ടികൾക്ക് രാവിലെ കൊടുക്കും. ഇവർ രാവിലെ അത് പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കൊടുത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. ഇതൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് ഒരു നാണയം നിർബന്ധമായി കൊടുക്കുക. വിഷുക്കൈനീട്ടം ഒരു നാണയമാവണം. അത് നാണയം 1-2 നാണയങ്ങളോ, സ്വർണം കൂട്ടി, അക്ഷതം കൂട്ടി, ഈ പൂക്കൾ കൂട്ടി. ഇത് ഈ വർഷം നമ്മളൊരു വർഷത്തിൻ്റെ ആരംഭമായിട്ടും വിഷുവിനെ കണക്കാക്കുമ്പോൾ ഈ ഒരു വർഷം എനിക്ക് സമ്പന്നതയിലേക്ക്, കാരണം അത് ലക്ഷ്മിയാണ്, ഐശ്വര്യത്തിലേക്ക്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള പൂർണ്ണ നന്മയിലേക്ക് എനിക്ക് നടന്നു കയറാനുള്ള ഊർജമാണ് എനിക്ക് കിട്ടിയത്. ആ ഊർജത്തെ ഒരിക്കലും കളയാൻ പാടില്ല. അത് ഒരു വർഷം, അത് നമ്മൾക്ക് ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത്, നമ്മുടെ ശുദ്ധമായ സ്ഥലമാണ് നമ്മുടെ പേഴ്സെങ്കിൽ അവിടെ, അല്ലെങ്കിൽ പണപ്പെട്ടിയെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നമ്മുടെ അലമാരിയെങ്കിൽ അവിടെ, അത് പുണ്യമായി സൂക്ഷിച്ചു വെക്കുക. അടുത്ത മേടമാസം 14, അതായത് ഈ വിഷു 1-ാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിൽ അത് സമർപ്പിക്കുക. ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അതായത് അടുത്ത വിഷുവിന് തൊട്ട് മുമ്പായി നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിലോ നമ്മുടെ ദേശത്തിൻ്റെ അധിപതിയായ ക്ഷേത്രങ്ങളിലോ നമ്മൾ അതുവരെ ആ ഒരു വർഷം അത് സൂക്ഷിച്ചു വെക്കുക. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും നമുക്ക് ലഭിക്കും. ഇതാണ് ആ നാണയം. അത് ഒരു വെറും നാണയമായിട്ടല്ല കണക്ക് കിട്ടണേ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉൾക്കൊള്ളുന്ന ഒരു നിധിയായിട്ട് ആണ് നമ്മൾ, അതായത് ഭാഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ, ശ്രേഷ്ഠതയുടെ ഒരു നിധിയായിട്ടാണ് വിഷുക്കൈനീട്ടത്തിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കണം, സൂക്ഷിച്ച് വെക്കണം. അത് വെച്ചതിന് ശേഷം അടുത്ത മീനമാസമൊക്കെ അവസാനമോ 13-ാം തീയതി 12-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മുടെ ദേശാധിപതിയായ അമ്പലങ്ങളിൽ അല്ലെ നമ്മുടെ പരദേവ ക്ഷേത്രത്തിൽ അത് സമർപ്പിച്ച് നമ്മൾ അനുഗ്രഹിച്ച് വീണ്ടും അടുത്ത വിഷുവിന് വീണ്ടും ഐശ്വര്യത്തെ, നന്മയെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഭഗവതിയോട് പ്രാർത്ഥിച്ച് അല്ലെ ഭഗവാനോട് പ്രാർത്ഥിച്ച് പിന്നത്തെ വിഷു കൂടുക. അങ്ങനെയാണ് നമ്മൾ വിഷുക്കൈനീട്ടം നൽകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിനൊപ്പം ഒരു കണിക്കൊന്നയുടെ പൂവ് കൂടി ചേർത്ത് വെച്ചിട്ടാണ് വിഷുക്കൈനീട്ടം നൽകുന്നത്. എന്താണ് അത് അങ്ങനെ നൽകാൻ കാരണം? എന്താണ് അതിൻ്റെ ഒരു ആശയം? ഒരിക്കലൊരു കുട്ടി, ആ കുട്ടിക്ക് വളരെ ഭയങ്കര ആഗ്രഹമാണ് കൃഷ്ണനോടൊത്ത് കളിക്കണം. അദ്ദേഹം ഇങ്ങനെ, ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു പറയാ, കൃഷ്ണ നീ കുട്ടിയാവണം, എൻ്റെ ഒപ്പം കളിക്കാൻ വരണം. ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് കരഞ്ഞു. കൃഷ്ണൻ വന്നില്ല. ഈ കരഞ്ഞ് അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ കൃഷ്ണനെ വിളിക്കുന്നൊരവസ്ഥ. കൃഷ്ണൻ ഇത് കേട്ടിട്ട് അങ്ങോട്ട് സങ്കടമായി. ഈ കൃഷ്ണൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ എന്നൊന്ന് അറിഞ്ഞു വിളിച്ചാൽ മതി, ആ കൃഷ്ണൻ്റെ ആ കയ്യ് നമ്മുടെ തോളത്ത് അപ്പം വന്ന് തട്ടും. ആ ഭഗവാന്റെ അനുഗ്രഹം അപ്പം നമുക്ക് വരും. അറിഞ്ഞ് വേറെ ഒന്നും വേണ്ട, നമ്മളൊരു മഹാമന്ത്രങ്ങളോ മഹാനാമജപാദികളോ ഒന്നും വേണ്ട, കൃഷ്ണാന്നൊന്ന് മനസ്സിൽ തട്ടി വിളിച്ചാൽ മതി. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അരയിലെ അരഞ്ഞാണം ഊരി ഈ കുട്ടിക്ക് കൊടുത്തു. വെളിച്ചായി. ഗുരുവായൂരപ്പൻ്റെ കരയിൽ അരഞ്ഞാണയില്ല, കൃഷ്ണൻ്റെ കയ്യിൽ അരഞ്ഞാണയില്ല, എവിടെ പോയി? ആകെ പ്രശ്നമായി, വഷളായി. അങ്ങനെ തപ്പി വന്നപ്പോൾ ഈ കുട്ടിയുടെ എന്താ പറയണേ, കുട്ടിയുടെ അരയെ കിടക്കും. ഈ കുട്ടി അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്നൊരു രീതിയിലേക്കായി നാട്ടുകാരൊക്കെ അങ്ങനെ വർത്തമാനമായി. കുട്ടിയും കുടുംബവും അപമാനത്തിലേക്ക് കടക്കുന്നു. അപ്പം ഈ കുട്ടിയുടെ അമ്മ ചങ്ക് പൊട്ടി നിലവിളിച്ചു, എൻ്റെ കൃഷ്ണ എന്ത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് ഈ അരഞ്ഞാണ മൂരി
ഒരേറ് കൊടുത്തു. അങ്ങനെ ആ ഏറ് കൊടുത്തത് നേരെ ഈ കൊന്ന ചെന്ന് തട്ടുകയും കൊന്ന ഫുള്ളായിട്ട് മഞ്ഞ നിറത്തില്, അതായത് അരഞ്ഞാണത്തിന്റെ മണികൾ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ പൂത്തു എന്നാ പറയണേ. അതുപോലെ ഗംഭീരായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് ഈ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ അതാണ്. ആ കണിക്കൊന്ന എന്ന് പറയണ ആ വൃക്ഷമുണ്ടായതും അത് പൂക്കുന്നതും മേടമാസത്തിൽ മാത്രമേ ഉള്ളൂ. ആ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. ആ മീനമാസം 15-ാം തീയതിയോട് കൂടി കണിക്കൊന്ന പൂത്ത് തുടങ്ങും. മേടമാസം വിഷു കഴിഞ്ഞ് 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും കണിക്കൊന്നയുടെ പൂക്കൾ പോകും. ഈ വിഷുവിന് കാണാൻ വേണ്ടി മാത്രം ആണ് ഈ കണിക്കൊന്ന പൂക്കളെ. ആ കണിക്കൊന്നയുടെ പൂക്കൾ ശ്രദ്ധിച്ചു നോക്കൂ. നിറയെ മണികളുള്ള പൂക്കൾ പോലെ, അതായത് അരഞ്ഞാണം പോലെയാണ് അത് പൂക്കുന്നത്. അപ്പൊ ആ ഭഗവാന്റെ അരഞ്ഞാണമാകുന്ന സ്വർണമാകുന്ന ആ പൂവും ആ ഭഗവാന്റെ അനുഗ്രഹം ഉൾക്കൊണ്ട, ഭഗവാൻ തൊട്ട അരഞ്ഞാണമാണ്. അതും നെല്ലും അരിയും സ്വർണവും ഈ നാണയവും കൂടെ കൂടി കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വിഷ്കൈനീട്ടവും ഭഗവാന്റെ സ്പർശനത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഓരോ വിഷ്കൈനീട്ടവും ഭഗവാൻ പൂർണ്ണമായി ആ വിഷ്കൈനീട്ടത്തിൽ ലയിച്ചിരിക്കുന്നു. അതാണ് ആ സ്വർണ്ണ സങ്കല്പത്തോടൊപ്പം തന്നെ ഈ ഈ കൊന്നപ്പൂവും കൂടെ ചേർത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിഷ്കൈനീട്ടത്തിന് കൊന്നപ്പൂവിന് അതിപ്രാധാന്യം. മുതിർന്നവരുടെ സ്നേഹവും ഐശ്വര്യവുമെല്ലാം ഒരു നാണയത്തുട്ടിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന വിഷുക്കൈനീട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആത്മീയ വശങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തിരുമേനി നമുക്ക് പറഞ്ഞു തന്നു. തിരുമേനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി. നമസ്കാരം.